സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിന് വേണ്ടി ടൈം കണ്ടെത്തി ജോയിൻ ചെയ്യുന്ന, തിരുവചനം പഠിക്കുന്ന എല്ലാ ബഹുമാനമുള്ള ദൈവമക്കളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ആ ഭാഗം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലരുടെയും വളരെ പ്രബലമായ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് വിട്ടുകളയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ ദൈവം ആരാണെന്ന് പറയാനായിട്ടാണ് ചില മാസങ്ങളായിട്ടൊന്ന് ഓങ്ങി വരുന്നത്. പക്ഷെ അങ്ങോട്ട് ഇതുവരെയും കയറാൻ എത്തിയിട്ടില്ല. ഇന്നും അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വിഷയം ഒന്ന് പറഞ്ഞിട്ട് ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ആ വിഷയം ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയണം എന്നുള്ളതായിരിക്കാം ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കാൻ പ്രേരണ നൽകുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും വെറുതെ ഒരു കാൽക്കുലേഷനോടുകൂടെ ക്ലാസ്സിലേക്ക് വരാറില്ല. നമ്മുടെ ബുദ്ധിമണ്ഡലം പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പരിശുദ്ധാത്മാവ് എന്താണോ ജനത്തെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഒരു ഉപകരണമായി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം, സങ്കീർത്തന പുസ്തകം 74 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തുവരുന്ന് വായിക്കാം. സാംസ് ചാപ്റ്റർ 74. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു. ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. നീ ഉറവും ഒഴുക്കും. മതി. താങ്ക് യു സോ മച്ച്. വായിച്ചത് ഒട്ടും തെറ്റിയിട്ടില്ല. നല്ല ശബ്ദത്തെ ക്ലിയർ ആയിട്ട് വായിച്ചു. എങ്കിലും ഞാനൊന്ന് വായിക്കുകയാണേ. ആ 12ാമത്തെ വാക്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് ദൈവം പുരാതനമേ എന്റെ രാജാവാകും. അടുത്തത്, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. പുരാതനമേ രാജാവായവൻ ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിക്കുന്നു. അടുത്തത്, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. അടുത്തത്, ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു. ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. അപ്പോൾ ചോദ്യം, ഈ തിമിംഗലങ്ങളുടെ തല ഉടച്ച് തകർത്ത് അതിനെ കാടപ്പക്ഷികളാക്കി കൊണ്ടുവന്ന് സ്രാജനത്തിന്റെ പാളയത്തിൽ അവർക്ക് ആഹാരമായി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ലിവ്യാഥാൻ ആരാണ്, തിമിംഗലം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഡൗട്ട്. വളരെ ന്യായമായ ഒരു ചോദ്യം, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തുടക്കത്തിലെ ഞാൻ പറയാം, അവിടെ തിമിംഗലത്തിന്റെ കാര്യം പറയുന്നില്ല. പിന്നെ ലിവ്യാഥാൻ ആരാണെന്നോ അത് ഞാൻ പറയാം. അത് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റാതിരിക്കാൻ ഞാൻ അത് നോക്കി വായിച്ച് കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞു തരാം. അപ്പോൾ കാര്യം മനസ്സിലാകും. പക്ഷേ അതിനു മുൻപ് ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി വളരെ സ്ട്രിക്റ്റായി നിർബന്ധപൂർവം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ 1-2 കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഈ ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം. ഒപ്പം അതിൻ്റെ ഹെബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത കാര്യം, ഇത് പ്രീ ആഡമിക് വേൾഡിൽ നടന്ന കാര്യമാണോ
അതും അതിന് ശേഷം നടന്നതാണ്. പ്രീ ആഡമിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഓഫ് ആഡം. ആദമിന് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുൻപ്. നിങ്ങളുടെ മുഖഭാവം മാറുന്നുണ്ടെന്ന് അറിയാനാ ഞാൻ നിർത്തിയെ. ഈ ആദമിനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഈ ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടക്കുന്ന എസനിസ്റ്റ് ഗ്രൂപ്പുകാരൊക്കെ നമ്മുടെ പാസ്റ്റർമാരോട് പറഞ്ഞത് വേദപുസ്തകം 6000 വർഷത്തിന്റെ ചരിത്രമേ പറയുന്നു. അപ്പോൾ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവജാലങ്ങളുടെ ഫോസിലുകൾ, കോടിക്കണക്കിന് വർഷത്തിന് മുമ്പുള്ള മനുഷ്യന്റെ ഫോസിലുകൾ, അസ്ഥികൂടങ്ങളൊക്കെ ശാസ്ത്രം പറയുന്നു ഒന്നാം മനുഷ്യനായ ആദം. അപ്പൊ ഇതിനു മുമ്പ് കണ്ട മനുഷ്യൻ ആരാണ്, ഏതാണ്, എങ്ങനെയാണ്? അല്ലേ? നിങ്ങൾക്കും തോന്നിയോ അത്? തോന്നിയിട്ടുണ്ടാകണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ കൊച്ചു പുസ്തകത്തിനകത്ത് ഉലകത്തിന്റെ മുഴുവൻ ചരിത്രമല്ല. 2, ഇതൊരു സയൻസ് പുസ്തകം അല്ല. ഇതല്ല, ചരിത്രവും ഇതിനകത്തുണ്ട്, സയൻസും ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സയൻസ് പുസ്തകമല്ല. ഇതൊരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ തരുന്ന പുസ്തകമല്ല. അപ്പോൾ തന്നെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഇതിനകത്തുണ്ട്. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: വീണുപോയ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവങ്കിലേക്ക് മടങ്ങി വരുന്നവന് നിത്യരക്ഷ കൈവശമാക്കാൻ പറ്റുമെന്നും, അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമ്പോൾ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ആ ദൈവം ഒരുക്കുന്ന നിത്യത്തിൽ എത്തുന്നത് വരെ ഇഹലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്ന അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നും, ആ ജീവിക്കേണ്ട മാതൃക എങ്ങനെയെന്നറിയാൻ അതനുവർത്തിച്ച ഒരു കൂട്ടം ആളുകളുടെ ജീവചരിത്രം എല്ലാം കൂടെ ചേർത്ത് തന്ന് നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു ചെറിയ സംഭവം മാത്രമല്ല ഈ പുസ്തകം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പ്രീ ആഡമിക് വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം തോന്നിക്കാണോ, അങ്ങനെ ഒരു ലോകം ഉണ്ടോ? പിന്നെ ഉണ്ടോന്ന്. ആദമിന് മുമ്പ് മനുഷ്യനുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ തല്ലിക്കൊല്ലുവോ അതോ അംഗീകരിക്കുവോ? ഇതിനകത്ത് ആദം മുതലുള്ള ചരിത്രമേ ദൈവം തന്നിട്ടുള്ളൂ. അതിനർത്ഥം അതിന് മുമ്പ് ഭൂമി ഇല്ലായിരുന്നെന്നോ ജീവജാലങ്ങൾ ഇല്ലാതെന്നോ അല്ലല്ലോ. അതുകൊണ്ടല്ലേ 1-ാം വാക്യത്തിൽ തന്നെ ബർഷീത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്കിൽ തന്നെ എത്രയോ അർത്ഥതലങ്ങൾ കിടക്കുന്നു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്ന 1-ാമത്തെ വാക്യത്തിനകത്തിന്റെ കോടിക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് കിടക്കുക. അതെല്ലാം അങ്ങനെ വിവരിക്കാനായിട്ടല്ല മോശയോട് പറഞ്ഞേ. ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ വീണ്ടും ഒന്നുകൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ പ്രപഞ്ചം എന്നല്ല ഭൂമിയുടെ കാര്യത്തിൽ അതിനെ വീണ്ടും പുനഃക്രമീകരണം ചെയ്യുന്ന ചരിത്രം മാത്രം കൊടുത്താൽ മതി. അപ്പൊ അതിന് മുമ്പ് ദൈവം മനുഷ്യനും ഇല്ല, ആരുമില്ല, മിണ്ടാനുമില്ല, പറയാനില്ല, ഇങ്ങനെ ഇരിക്കുകയായിരുന്നാണോ നിങ്ങളുടെ ചിന്ത? സിമ്പിൾ ക്വസ്റ്റ്യൻ. ദൈവം സ്നേഹമാകും ആണല്ലോ. ആദാമിന് മുമ്പ് ഭൂമിയിൽ ആരും ഇല്ലായിരുന്നെങ്കിൽ ദൈവം തമ്പൻ ആരുമായിട്ട് സ്നേഹം പങ്കുവെച്ചേ? അവിടെയാണ് ഈ യേശു നമുക്കാരൊക്കെ കുഴഞ്ഞു പോണം. തൃത്വം അംഗീകരിക്കാത്തതും കുഴഞ്ഞു പോകുന്ന അവിടെ. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിച്ചു, പിതാവ് പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനെ സ്നേഹിച്ചു. സ്നേഹം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ട, അവിടെ തന്നെ സ്നേഹം പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വികാരമാണ്. Am I right? കണ്ടോ, ട്രിനിറ്റി ആ ഒറ്റ വാക്കിൽ തന്നെ തെളിഞ്ഞല്ലോ. എന്തിനാ തിയോളജിക്കൽ അടുത്ത് ചർച്ച ചെയ്യാൻ പോണം. അപ്പോൾ മനുഷ്യ സമാനമായി, മനുഷ്യനേക്കാൾ ശാരീരിക വലിപ്പവും വ്യത്യാസങ്ങളും ഒക്കെ ഉള്ള മനുഷ്യ സമാനമായ ആളുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു.
നോ ഡൗട്ട്. വേദപുസ്തകം അതിനെതിരല്ലല്ലോ. അപ്പൊ പ്രീ ആഡമിക് വേൾഡിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഇട്ട് തന്നാണ്. അടുത്ത ക്ലാസ് ഇതിന്റെ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്ന് എന്നെ മുമ്പോട്ട് വിടാൻ നിങ്ങൾ എന്നെ കുഴയ്ക്കൊന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ മൗണ്ട് സിനായ് ടു അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. വേദോസ് എഴുതി തുടങ്ങുന്നതും മൗണ്ട് സിനായിലാണ്. അത് അവസാനിക്കുന്ന ഈജിപ്തിൽ അലക്സാണ്ട്രിയ വന്നാണ് പുസ്തകം അവസാനിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി അലക്സാണ്ട്രിയയിലേക്ക് വന്നപ്പോൾ വേദപുസ്തകത്തിനുണ്ടായ വ്യത്യാസങ്ങൾ, അതിനകത്തുണ്ടായ കൈകടത്തലുകൾ, മാറ്റങ്ങൾ, വേദപുസ്തകം എതിർപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കൺഫ്രണ്ടേഷൻസ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പം അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വിഷയം അവിടെ കിടക്കാം. തിമിംഗലത്തെ നമ്മൾ ഇന്ന് കരയ്ക്ക് കയറ്റണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകിലേക്ക് പോകുന്നില്ല. വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത് റെലവെന്റ് ആയതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, പ്രീ ആഡമിക് വേൾഡിൽ നടന്നതാണോ അതോ ആഡമിക് വേൾഡിൽ നടന്നതാണോ അതിന് ശേഷമുള്ളതാണോ എന്ന തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകണം. മനസ്സിലായല്ലോ? ശേഷം മാത്രമേ ഇതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് അതിന്റെ പൊരുൾ തിരിക്കാനുള്ള ശ്രമം നാം നടത്താവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, പൊരുൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൂൾസ് ഉള്ളവരെ അത് ചെയ്യാവൂ, ഇല്ലാത്തവരെ ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ ആശാരിയെ തോൽപ്പിച്ച് ആട്ടുംകൂട് പണിതുപോലെ ഇരിക്കും. ആശാരി 2 ദിവസം വിളിച്ചിട്ട് വന്ന് എന്നെ പുള്ളി തന്നെ ആട്ടുംകൂട് അങ്ങ് പണിതു. ഏതായാലും കൊള്ളാം, അതിന്റെ വലിയ മരത്തടയൊക്കെ എടുത്ത് വെച്ച് അളവൊക്കെ എടുത്തിട്ട് പുള്ളി വെട്ടി, ഇങ്ങനെ വരയൊക്കെ വരച്ച് വെട്ടിയപ്പോൾ ഒരു കൊത്ത് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് കയറിക്കൊണ്ടു. അപ്പൊ പിന്നെ അത് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ വെട്ടി. അപ്പൊ അത് കുറച്ചുകൂടി ഇപ്പുറത്തായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ പുള്ളി ലെവൽ ചെയ്തെല്ലാം കൂട്ടി വന്നപ്പോഴത്തേക്ക് ആട്ടുംകൂട് കോഴിക്കോടിന്റെ വലിപ്പം പോലും ഇല്ല. അതിന്റെ കാരണം ഈ പണി ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ടൂൾസ് കൈവശമില്ലാത്തവർ, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, ഞാനിത് കൈകാര്യം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞ് ചാടാൻ പോകരുത്. അവിടാണ് അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അല്ലേ? ഒരു വീട് പണിയുമ്പോൾ അല്ല മറ്റെന്തെങ്കിലും, വീട് തന്നെ കൊണ്ടോട്ടെ, അല്ലെ? ഇപ്പൊ പിന്നെ എല്ലാം വാർക്ക ആയതുകൊണ്ട് കുഴപ്പമില്ല. മുമ്പൊക്കെ വീടിനൊക്കെ ഈ കൂട്ടൊക്കെ പണിതാണല്ലോ വീടിന്റെ മേൽക്കൂരൊക്കെ ശരിയാക്കുന്നത്, അല്ലെ? തടി കൊണ്ട് മേൽക്കൂരയൊക്കെ പണിതാണ് ശരിയാക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തേക്കിന്റെ തടി വെട്ടിയിട്ട ആള് തന്നെയാണ് ഇതിന്റെ കൂട്ട് പണിയുന്നത്? ഏതെങ്കിലും തടിവെട്ടുകാരെ പറഞ്ഞു ഇത്രയും വലിയ തേക്ക് വെട്ടി താഴെ ഇടാന്നുണ്ടെങ്കിൽ 2 കമ്പിങ് എടുത്ത് വെക്കാനാണ് ബുദ്ധിമുട്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തടിവെട്ടുകാരൻ വന്നിട്ടുണ്ടോ? 2 പേരും ഒരേ തടിയല്ല, ശരിയല്ലേ? വെട്ടിയിടാനായിട്ട് ഏൽപ്പിച്ചവൻ അത് ചെയ്യുക, അത് അറുത്തു മുറിക്കാനായിട്ട് ഏൽപ്പിച്ചവൻ അത് ചെയ്യുക. ഒരേ തടിയെ തന്നെ അതേ അളവും കണക്കൊക്കെ വരച്ചത് കൃത്യമായിട്ട് അതിന്റെ കണക്ക് നോക്കി മുറിച്ചത് കണക്ട് ചെയ്ത് കൂട്ടുണ്ടാക്കേണ്ടത് ആശാരിക്കാർക്കുള്ളത്, അവൻ ആ പണി ചെയ്യണം. 3 പേരുടെയും ഈ 3 കൂട്ടരുടെയും ടൂൾസ് വ്യത്യാസമാണ്, തടി ഒന്ന് തന്നെ. മനസ്സിലായോ? വെട്ടിയിടുന്നതിന്റെ കയ്യിൽ മഴു കോടാലി മാത്രം മതി, അറക്കുന്നവന്റെ കോടാലി വേണ്ട, വാള് മതി. ആശാരുടെ വാളും വേണ്ട, കോടാലിയും വേണ്ട, ഉളിയും കൊട്ടുപൊടിയും ആ ചെറിയ തടി കഷ്ണം മുറിക്കുള്ള വേറെ വാളുണ്ട്, അതും മതി. തടി ഒന്നാ, പക്ഷേ 3 കൂട്ടരും 3 പേർപ്പസിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കൂട്ടരോട് ചേരുമ്പോഴേ കൂട്ടിന്റെ പണിയും വീടും ശരിയാകും. എന്നതുപോലെ ഇതിൽ ഏത് റോളാണ് നമ്മെ ഏൽപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞൊന്നും അറിഞ്ഞില്ല, പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ എന്റെ ചിന്ത. ഞാൻ ആ ക്ലാസ് ഒന്നും കേൾക്കാൻ എനിക്ക് ടൈം കിട്ടില്ല. ഈ ദിവസം അല്പം തിരക്ക് കൂടിയ ദിവസങ്ങളായതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നോ പഴയ ക്ലാസ് ഞാൻ സാധാരണ നമ്മൾ കടന്നു പോകുന്ന ക്ലാസ് ഒക്കെ വീണ്ടും ഒന്ന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ ദിവസം എനിക്കത് പറ്റിയില്ല. എങ്കിലും ഞാൻ പറയാം, ഈ അകത്തുള്ളവരോട് പ്രസംഗിക്കുകയല്ല, അകത്തുള്ളവരെ പഠിപ്പിക്കണം. പുറത്തുള്ളവരോട് പ്രസംഗിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ കൺവെൻഷൻ സീസൺ ആണല്ലോ, അല്ല? കൺവെൻഷൻ സീസൺ ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും. അതൊക്കെ അപ്പം പാസ്റ്റർമാരൊക്കെ അത് അറിഞ്ഞാണ്. ഇപ്പം ഇവിടുത്തെ സീസൺ കഴിയുമ്പോഴാണ് പാസ്റ്റർമാരൊക്കെ ഗൾഫിന് പോകാനായിട്ട് തയ്യാറാകുന്നത്. കാരണം ഇവിടെ പരിപാടി ഇല്ലല്ലോ.
അപ്പൊ ഇവിടുത്തെ ഇതൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു പറഞ്ഞ ആ രൂപത്തില്ല. ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവില്ല, അതുകൊണ്ടാ പറഞ്ഞു. സ്തോത്രം. അപ്പൊ സീസൺ അനുസരിച്ച് അപ്പൊ പോട്ടെ, അത് സീസണൊക്കെ ദാറ്റ് ഇസ് അപ് ടു ദം. ഞാൻ അതിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ഒരു കൺവെൻഷനിൽ മെസ്സേജ് കിട്ടാൻ അതിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്രമാത്രം പ്രസംഗിച്ചെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പബ്ലിക്കിലെ പ്രസംഗത്തിൽ എപ്പോഴും ടോപ്പിക്ക് വേറൊന്നല്ല, യേശു ക്രിസ്തുവും ക്രൂശും മാത്രമാണ്. മനസ്സിലായോ? യെസ്. അല്ല, ചർച്ചിനകത്ത് ആ രീതിയിലല്ല, ചർച്ചിനകത്തുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആരും പുസ്തകം തുറക്കരുത്. ഞാൻ ഒരു റെഫറൻസ് പറയാൻ പോവുക. ആ വാക്യം നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-മുള്ള വാക്യങ്ങൾ ഒന്ന് പറഞ്ഞേ. അല്ല, 18 മുതൽ തുടങ്ങിക്കോ. കറക്റ്റാ. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും വിശ്വാസികളാക്കിക്കൊള്ളുവീൻ. അങ്ങനല്ല വാക്യം. സകല ജാതികളെയും വിശ്വാസികളാക്കിക്കൊള്ളുവീൻ, ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അങ്ങനെയാണോ? ആ, കണ്ടോ? അങ്ങനെ റോസ്ലിൻ സാബു ആന്റി അങ്ങനൊന്നും വിട്ടുകൊടുക്കുകയല്ല. കണ്ടോ? സാവുച്ചാൻ അടുത്ത് കാണുമായിരിക്കും. പോട്ടെ. സകല ജാതികളെയും ശിഷ്യരാക്കി, മേക്ക് ദം ഡിസൈപ്പിൾസ്. വിശ്വാസികളാക്കാനല്ല, മേക്ക് ദം ഡിസൈപ്പിൾസ് ആൻഡ് ടീച്ച് ദം വാട്ട് ഐ ഹാവ് ടോട്ട് യു. ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത്, യു ഹാവ് ടു ടീച്ച് ദം. അവരെ പഠിപ്പിക്കണം. എപ്പം? ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഈ ദാവീദും ഗോലിയാത്തും താഴെ വീണിട്ട് വേണ്ടേ എല്ലാം പഠിപ്പിക്കാൻ. നമ്മുടെ സഭായത്തിന് പിന്നെ ഒരു ഗുണമുണ്ട്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മുമ്പൊക്കെ നമ്മുടെ സഭകളിൽ ദൈവജന പഠനം എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു കാര്യമുണ്ട്, ബൈബിൾ ക്ലാസ് വെച്ച് എത്ര പേര് കാണിയോ ചർച്ചില്? പാസ്റ്റർക്കും പാസ്റ്റർ അമ്മാമയ്ക്ക് ഇരിക്കാതിരിക്കാൻ ഒക്കെയല്ലോ. പിന്നെ സെക്രട്ടറി വന്നില്ല, പ്രശ്നം. അതുകൊണ്ട് സെക്രട്ടറിയുടെ അമ്മാമയും കാണും. ഒരാൾ രണ്ടുന്ന അപ്പച്ചന്മാരും അല്ലേ, 2 സഹോദരിമാരും കാണും ബൈബിൾ ക്ലാസ്സിൽ അല്ലേ. കൃപാവര പ്രാപ്തനെ കർത്താവിന്റെ ദാസൻ രാത്രിയും പകലും ശുശ്രൂഷിക്കുന്നു. വരുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ, കടന്നു വരുവീൻ. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു. പോകുവീൻ, ഞാൻ നിങ്ങളെ അയക്കുന്ന കർത്താവ് പറഞ്ഞ്. നമുക്ക് പോകാൻ നേരം നമ്മൾ ടൈറ്റിൽ എഴുതുമ്പം പോകുവീൻ എന്നല്ല, വരുവീൻ. കർത്താവ് പോകാൻ പറഞ്ഞപ്പോ നമ്മൾ പറയുന്നത് വരുവീൻ. നമ്മൾ പിന്നെ എല്ലാം നേരെ ഓപ്പോസിറ്റാ ചെയ്യുള്ളല്ലോ. പോട്ടെ, ഞാൻ അതിനും തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കുകയും ചെയ്യരുത്. ബൈബിൾ ക്ലാസ് വെച്ചാൽ ആള് കാണുകയെന്നേ ഞാൻ പറഞ്ഞോളൂ. ശരിയല്ലേ? അയ്യോ, ആ ദേവദാസനാ വരുന്നത്, ഇന്നും തകർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പോയി ഇരിക്കും. കാരണം ദൂത് കേൾക്കാവല്ലോ. ബൈബിൾ ക്ലാസ്സിൽ പോയിട്ട് എന്നാ കാര്യം? ബൈബിൾ ക്ലാസ്സിൽ പോയിട്ട് എന്താ കിട്ടാനല്ലേ? ഞാൻ പറഞ്ഞത് പഠിപ്പിക്കണം. അത് ദൈവസഭയ്ക്കകത്ത് നിർബന്ധമായി നടന്നിരിക്കണം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. 3 മണിക്കൂർ സഹായത്തിന് മെനക്കെടുന്നുണ്ട് നമ്മള്. ദൈവജന ശുശ്രൂഷയ്ക്ക് 15 മിനിറ്റ് ഇല്ലേ? ബാക്കി 3 മണിക്കൂറൂടെ എന്തോ നടക്കുന്നേ? എന്റെ സങ്കടം നിങ്ങൾ എത്ര പേര് അതൊക്കെ എനിക്ക് മനപ്രയാസം ഉണ്ടൊക്കെ. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അത് നമുക്ക് പിന്നെ കർത്താവ് നടക്കുമെന്നുള്ള ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കർത്താവ് നടുവിൽ സിംഹാസനം ഇട്ടിരിക്കുന്നു എന്ന ബോധവും തിരിച്ചറിയാം. അതൊക്കെയല്ലേ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഞാൻ എപ്പോഴും ഓർക്കും. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ.
കണ്ടോ, എവിടെ ഇരിക്കുന്നുള്ള സന്നിധി ബോധത്തിൽ ഇരിക്കാൻ കൃപ നൽകണമേ കർത്താവേ. അതെ, ഞങ്ങൾ ഇന്ന് കേൾക്കാതെ വലിയ വിടുതലെ തിരുവത്തോടെ എവിടെയാ തിരിയണമേ കർത്താവേ. അല്ല, സന്നിധി ബോധം നമുക്ക് വിഷയം, നമുക്ക് വിടുതൽ കിട്ടിയാൽ മതി. നിങ്ങൾ എന്നെ പിണങ്ങി എന്നോട്? അല്ല, ഏതായാലും ഇത്രയും പറഞ്ഞോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇനി എന്തിനകത്തുനിന്നുള്ള വിടുതലാ വേണ്ടത്? എന്തിൽ നിന്നുള്ള വിടുതലാ വേണ്ടത്? എഫെസ് ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, കാണാതറിയോ വാക്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ, വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിട്ടിരിക്കുക. അങ്ങനെ ഒരു വാക്യ പുസ്തകത്തിലുണ്ടോ? ഉണ്ട്, എഫെസർ 4:30. ഓക്കെ, അപ്പൊ വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് എന്റെ മീതെ കയറി പിശാച് എങ്ങനെ ബന്ധിച്ചേ? പരിശുദ്ധാത്മാ മുദ്രയിട്ട് എന്റെ മീതെ നിങ്ങളെ പിശാച് കയറി എങ്ങനെ ബന്ധിച്ചു? കുഞ്ഞാടിന്റെ രക്തത്താൽ എന്നേക്കുമുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ രക്തത്തിന്റെ കവറിങ്ങിനകത്ത് ഒരു ദൈവബോധം നിൽക്കുന്നത്. ഇന്ന് വരെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്കത് വിശ്വാസവും അല്ല. നമുക്ക് വിശ്വാസം മറ്റേ കേൾക്കുമ്പോഴാണ്. നാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ കണ്ട് വാദിച്ചു കേട്ടും ദുഷ്ടചിന്ത കേൾക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസമാവും. ഞാൻ സങ്കടം കൊണ്ടാ പറഞ്ഞത്, അല്ലാതെ വിഷയത്തിലേക്ക് വരാതെ ചപ്പും ചവറും പറഞ്ഞ പോവല്ല പ്രിയരെ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. തൊടുതന്നെ പിടിക്കല്ല, വിടുതലിന്റെ പുറകെ പോകാതെ. എടുക്ക എബ്രായ ലേഖനം 11-ാം അധ്യായം 35-36 വാക്യം. ഏതായാലും ഞാൻ ഓങ്ങിയതല്ലേ. ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തിട്ട് വായിക്കാമോ? നമ്മുടെ ഷൈനി സിസ്റ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ത്രൂ. മലയാളത്തിൽ ആദ്യം വായിച്ചേ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ ഇംഗ്ലീഷ് വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഷൈൻ സിസ്റ്റർ ഉണ്ടോ? നോ പ്രോബ്ലം, ഞാൻ തന്നെ വായിക്കാം. ഉണ്ടോ? ഇല്ല, ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 11:35 ഇംഗ്ലീഷിലെ, women received the dead raised to life again, others were tortured, അടുത്ത വാക്ക്, not accepting the deliverance that they might obtain a better resurrection. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. Women received the dead raised to life again, others were tortured, not to accepting deliverance. Not accepting deliverance that they might obtain a better resurrection. To get a better resurrection, they did not run after the deliverance. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് മതി, ഞങ്ങൾക്ക് വിടുതൽ വേണ്ടെന്ന്. നമ്മൾ വിടുതലിന്റെ പുറകെ ഓടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? വാക്യം പറഞ്ഞു ഏറ്റവും നല്ലൊരു ഉദ്ധാരണം, ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം, വിടുതൽ കൈക്കൊള്ളാതെ പീഡ ഏറ്റുന്നവര്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് പീഡ മതി, വിടുതൽ വേണ്ട. എന്തിന്? നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം, അതിനുവേണ്ടി. സ്തോത്രം. അങ്ങനെയൊക്കെ വാക്യമുണ്ട്. ഞാനായിട്ട് എഴുതി ചേർത്തല്ല, പുസ്തകത്തിനകത്തുള്ളതാണ്, ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. അതുകൊണ്ട്
വഴക്കുണ്ടാക്കുന്ന ഒരു എബ്രായ ലേഖനം എഴുതിയ ആളോട് ചോദിച്ചു, നിങ്ങളുടെ സംശയവും വഴക്കൊക്കെ തീർത്തോണം, എന്നോട് വഴക്കിന് വരരുത്. ഇങ്ങനെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒന്നല്ല 9000 തവണ ഞാൻ പറഞ്ഞാൽ ഇതൊന്ന് ഏക്കാൻ പോകുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്നാ പിന്നെ മിണ്ടാതിരുന്നാ പോരെന്ന്. ഞാൻ ആർക്കെങ്കിലും ഗുണപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ നോക്കി ജനങ്ങൾ വായലക്കിയ സ്വോത്രം. ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞത് ജീവിതമാണ് വിഷയം. നിങ്ങൾ ആവശ്യമില്ലാത്ത വയ്യാവിളുടെ പിറകെ പോകാതെ വചനത്തിൽ നിലനിൽക്കുക. എന്നിട്ട് നമ്മൾ ആരാണെന്നും നമ്മുടെ അതോറിറ്റി എന്താണെന്നും നമ്മുടെ പവർ എന്താണെന്നും ഒക്കെ അറിയണം. ഞാൻ നിങ്ങൾക്ക് നമുക്ക് ലഭിച്ച ആത്മീക അതോറിറ്റിയുടെ വലിപ്പം അറിയാൻ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഇന്ന് ഈ തിമിങ്കൽ ഇനി വഴി കിടക്കട്ടെ, എന്നാലും വേണ്ടില്ല, കാര്യം പറയാം. ഈ ശിഷ്യന്മാരടുത്ത് എന്ന് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുടമാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരം നടക്കുന്നു, ഭൂതങ്ങളും വിട്ടുപോകുന്നു. എന്തെല്ലാം വീര്യപ്രവൃത്തികൾ നടന്നു അല്ലേ? എന്റെ ചോദ്യത്തിന് നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം. ഇവര് ചെന്ന് ആരോടാ ഈ കാര്യം പറഞ്ഞത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട്. ഗുരു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, മുടന്തര നടക്കുമാറാക്കി, കുടമാർക്ക് കാഴ്ച കൊടുത്തു, ഭൂതങ്ങളും വിട്ടുപോകുന്നു, ഭയങ്കര വീര്യപ്രവർത്തി റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. എന്റെ ചോദ്യം, ഇവർ ഈ വീര്യപ്രവർത്തി ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരാരെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത്? അല്ല. ഇവരാരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷ പറയുകയോ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവരോ ആണോ ആ സമയത്ത്? അല്ല. ക്രൂശീകരണം പോലും നടന്നില്ലല്ലോ. ഇവർ അന്യഭാഷ പറഞ്ഞവരാണോ? അല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവർ, പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കാത്തവർ, അന്യഭാഷ പറയാത്തവർ, അവര് പോയപ്പോ രോഗി സൗഖ്യമാക്കി, ഭൂതങ്ങൾ അലറിയോടി, മുടന്തന്മാർ നടക്കുമാറാക്കി, ഭയങ്കര വീര്യപ്രവൃത്തികൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അവരെ കൊണ്ട് നടന്നെങ്കിൽ ഇതെല്ലാം പ്രാപിച്ച നമ്മളോ? നമുക്കിപ്പോഴും കുമളിന്ന് പൗലോസച്ചാ മന്തൂത് പറഞ്ഞാലും നമ്മൾ ബലപ്പെടുകയുള്ളൂ. നോക്കിയിരിക്കുക. പുള്ളിയാണെ കൃത്യം പറയും. ഉയ്യോ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് എന്റെ ചിന്നമാമേ, ഉയ്യോ വരേണ്ടത് തന്നെയായിരുന്നു. എന്താ വായിരുന്നു? ഞാനും അതിനെ ചോദിക്കുന്നത്, എന്തോ ആയിരുന്നു? ഒന്നുമില്ലായിരുന്നു. കുറെ വേളം വെച്ച് അതിൽ ഓടി നടന്ന് എല്ലാവരും തലയൊക്കെ വെച്ച് കുലുക്കി, അത്രയല്ലേ ഉള്ളൂ. സ്വോത്രം. ഞാൻ ചോദിച്ചു, ഈ ശിഷ്യന്മാരെ കൊണ്ട് ഇത്രയും കാര്യം നടന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്ന നമ്മളിൽ കൂടെ എന്തെല്ലാം നടക്കണം? നമ്മളിപ്പോഴും ഏതെങ്കിലും കൃപാവരപ്രാപ്തനുണ്ടോ എന്ന് നോക്കിയിരിക്കുക. വെണ്ണ കൈ വെച്ച് നെയ്ക്ക് ഓടി നടക്കുന്ന പോലെ. അതാ നമ്മുടെ രീതി. നമ്മൾ ആരാണെന്നോ നമ്മുടെ പദവി എന്താണെന്നോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക അധികാരങ്ങൾ എന്താണെന്നോ ഒന്നും പേടിച്ച് ആ അണ്ണന്റെ കാര്യം കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു പിരിവിരിപ്പൊക്കെ തോന്നി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. നോ, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ വാക്യങ്ങളും എടുത്ത് നിർവചനം ചെയ്തു വരുമ്പോൾ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ച് ഇത്ര അകന്നു പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങോട്ട് തന്നെ മടങ്ങി വരുന്നു. ഇതിന്റെ ടൈം സ്കീം, ടൈം ഗ്യാപ്പ് ഒക്കെ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ആ 12ാമത്തെ വാക്യം അത് നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. എന്താണത്? ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. ആർക്കു വേണ്ടി? പുരാതനമേ രാജാവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാനിവിടെതെല്ലാം എബ്രായ ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇതിന്റെ കുത്തും കോമായി മാറിപ്പോയാലും വലിയ അപകടമുള്ളത് കൊണ്ട് ഇത് ഈ ഭാഷ ഉപയോഗിക്കുന്ന തന്നെ പേടിയാണ്. അല്പം കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. എങ്കിലും
ആ വാക്യം ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. ഈ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ കാലഘട്ടം എപ്പോൾ നടന്ന കാര്യമാ? ആദമിന്റെ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു സംഭവം ആസാഫ് എന്ന പാട്ടുകാരൻ ഇടയ്ക്ക് പറയുക. മനസ്സിലായോ? നമ്മളത് ആദാമിന് ശേഷമുള്ള തലമുറ കൊണ്ടത് വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ഇത് തമ്മിൽ ചേരാതെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാ തിമിംഗലത്തിന്റെ തലയെല്ലാം തല്ലി പൊട്ടിക്കൊണ്ടാട്ട് വരുന്നേ. പാവാതാക്കാടിലെങ്ങാനും കിടക്കട്ടെ. തമ്പുരാൻ ഏതായാലും തിമിംഗലത്തിന്റെ തല തല്ലി പൊട്ടിച്ച് അതിനെ കാടപ്പക്ഷിയെ കൊണ്ടു കൊടുക്കാൻ ഈ പാവങ്ങളുടെ തല തല്ലി തകർത്തെങ്കിലും ഒക്കത്തുള്ളൂ. നിങ്ങളൊരു കോമൺ സെൻസ് ചിന്തിച്ച്, തമ്പുരാൻ അത്രയ്ക്ക് ക്രൂരനാണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലം ഉളവാക്കി ദൈവത്തിന് കുറച്ച് കാടപ്പക്ഷിയെ കൊടുക്കാൻ മനസ്സാ വാച ഒരു തെറ്റും ചെയ്ത തടയക്കടങ്ങ് തിമിംഗലത്തിന് തല ആണ്ട തല്ലി പൊട്ടിച്ച് ചെതറിച്ച് അതിന് പിന്നെ പപ്പും കൂടെ ചിറകും കൊടുത്താണ്ട കാടപ്പക്ഷിയായിട്ട് വന്ന് വർണ്ണിക്കുക പാളയത്തിൽ. അയ്യോ, അതൊക്കെ വർണ്ണിക്കുന്ന കേട്ടാൽ നമ്മൾ എങ്ങനെ സഹിക്കുമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതിന്റെ തല തകർക്കുന്ന രംഗവും ആ കാടപ്പക്ഷി വരുന്ന രംഗവും ഒക്കെ ഞാൻ എന്റെ ദൈവം തമ്പുരാൻ തന്നെ ചിന്തിക്കും. ഞാൻ എന്റെ മനസ്സാ വാച ചിന്തിക്കാത്ത കാര്യം തന്നെ അലുമാരി പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഈ പുസ്തകം കൈ കൊടുത്തിട്ട് ഇതാ തിരിയെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, ദൈവം ചിന്തിക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്റെ സന്തോഷം ഈ തിമിംഗലത്തിന് തലതർത്ത് കാടപ്പക്ഷിയെ കൊടുത്തുന്നേലും അറിഞ്ഞല്ലോ. അതിനകത്ത് നമുക്ക് അങ്ങ് സന്തോഷിക്കാം. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. നിങ്ങൾ ആ 12-ാം വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. അത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? എലോഹീം മാൽഖീം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ. എലോഹീം എന്റെ ദൈവം, സർവശക്തനായ ദൈവം. മാൽഖീം എന്ന് പറഞ്ഞ അർത്ഥം എന്റെ രാജാവാകും. എന്റെ ദൈവ, സർവശക്തനായ എന്റെ ദൈവം എന്റെ രാജാവാകുന്നു. 12-ാം വാക്യം തുടങ്ങുന്നത്. പക്ഷെ ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നല്ലേ. ഓക്കെ, പക്ഷെ അതിങ്ങനെയാണ്. എലോഹീം മാൽഖീം എന്ന് പറഞ്ഞാൽ, എലോഹീം എന്ന് പറഞ്ഞ് എലോഹീം എന്നാക്കരുതേ, ഹായ് അല്ല, ആ ശബ്ദം എലോഹീം. യോഹന്നാൻ അല്ല, യോഖന്നാൻ, യോഖന്നാൻ. ഓക്കെ, ഞാൻ നിങ്ങളെ ഹീബ്രു പഠിപ്പിക്കാനൊന്നുമല്ല, ഒന്ന് പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്താം. നടക്കാൻ പോണ കാര്യമില്ലെന്നറിയാം. എന്നാലും നോക്ക്, എലോഹീം മാൽഖീം. എലോഹീം എന്റെ ദൈവം, മാൽഖീം എന്ന് പറഞ്ഞാൽ എന്റെ രാജാവാകുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കണേ, അടുത്ത വാക്ക് മിഖെദം. മിഖെദം എന്ന് പറഞ്ഞാൽ ടൈം എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവൻ. മലയാളത്തിൽ പുരാതനമേനേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഒത്തിരി നാളുകൾക്ക് മുമ്പുള്ള ഒരു ആശയം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. മിഖെദം, ടൈം എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപ് മുതലേ ഉള്ളവൻ. കണ്ടോ? എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്നില്ലേ, ആ ഒരു സംഗതിയും തുടങ്ങുന്നതിന് മുമ്പേ. ആദ്യം എന്ന് പറയുമ്പോൾ ടൈം ആയി കഴിഞ്ഞു. അതിനും മുൻപേ ഉള്ളവൻ. ആര്? എന്റെ ദൈവം. ഞാൻ ഈ പറഞ്ഞ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആർക്കറിയാം? ആദാമിന് മുമ്പ് എന്ന് പറഞ്ഞപ്പോഴേ ഉള്ള ബാലൻസ് പോയി. അതിനു മുമ്പ് മനുഷ്യസമാനമായ ആൾക്കാർ എന്ന് കേട്ടപ്പോഴേ ബാക്കി ബോധം കൂടെ പോയി. ഇതെല്ലാം മനസ്സിൽ ഏലോഹീം മാൽഖീം എന്നൊക്കെ പറഞ്ഞാൽ ഏത് കീമാ മനസ്സിലാകുന്നത് ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. എന്നാലും ഞാനങ്ങ് പോവാം. കൂടെ വരികയാണെങ്കിൽ മനസ്സിലാകുന്നേ ആകട്ടെ. സ്തോത്രം. നോക്ക്, അപ്പൊ എലോഹീം മാൽഖീം, ദൈവം എന്റെ സർവശക്തനായ ദൈവം എന്റെ രാജാവാകുന്നു. മിഖെദം, ടൈം എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവൻ. ഖെദം, കണ്ടോ? പണ്ട് മുതലേ ഉള്ള രാജാവ് എന്ന്. ഈ സമയം എന്നൊരു സംഗതി ഉണ്ടാകുന്നതിന്, കാലം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ള എന്റെ ദൈവം. ആസാഫിന്റെ പാട്ടാണേ. ആസാഫ് പാടുക ഈ 74-ാം സങ്കീർത്തനകത്ത്, ഈ പ്രപഞ്ചത്തെ പോലും
ഭൂമിയെ പോലും ആദമിക് വേൾഡിനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഉള്ളവനാണ് എൻ്റെ രാജാവ്. ഓ, നിങ്ങൾ അതിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടും. നമുക്കൊരു ദൈവം ഉണ്ടെന്നുള്ളതല്ലാതെ അതിന്റെ ആഴവും വലിപ്പും പരപ്പും ഒന്ന് അറിഞ്ഞല്ലോ നമ്മള്. സ്വോത്രം. അമേരിക്കയിൽ ഇപ്പം ട്രംപ് ഞങ്ങളുടെ പ്രസിഡന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജനുവരി മാസം ആയാലേ പുള്ളിക്ക് പറയാൻ ഒക്കും, ജനങ്ങൾക്ക് പറയാൻ ഒക്കുണ്ട്. കാരണം പുള്ളി ആയെങ്കിൽ ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല. നരേന്ദ്രമോദി എന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ പടം 7-8 വർഷമേ ആയിട്ടുള്ളൂ, അല്ലേ? 9ാമത്തെ വർഷമല്ലേ ഇപ്പൊ തുടങ്ങി. 9 അല്ലെങ്കിൽ 10 വർഷം, അത് കൂടുതലായിട്ടില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെയാണോ നാം സേവിക്കുന്ന ദൈവം? ഞാൻ എപ്പോഴും ക്ലാസ് തുടങ്ങുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം. കണ്ടോ? സ്തോത്രം. അപ്പോൾ ആ രാജാവിനെ കുറിച്ച് ആസാഫ് പറയുക. എന്താ പറയുന്നത്? ആ രാജാവ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏത്? ഈ കാലങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനായ എന്റെ രാജാവായ എന്റെ ദൈവമായ ശത്രുത്വം നടത്തുന്ന എന്റെ രാജാവായ എലോഹീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു പ്രവർത്തിക്കുന്നു? അങ്ങനാണ് ആ വാക്യമേ. 12ന്റെ 2 ഭൂമിയുടെ മധ്യ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഹീബ്രുള്ള ആ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രവർത്തിക്കുന്നു. എന്ത്? യെശുവോത്ത് രക്ഷ പ്രവർത്തിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പേരാണ് യെശുവ. കണ്ടോ? അർത്ഥം രക്ഷകൻ. യെശുവോത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ പ്രവർത്തിക്കുക എന്നാണ്. അപ്പൊ ആ ഭാഗം നിങ്ങൾ നോക്കി. രക്ഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദമിക് വേൾഡ് ഉണ്ടാകുന്നതിന് മുൻപേ, ആദമ്യ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ എന്റെ രാജാവായ പുരാതനായ ദൈവം രക്ഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എവിടൊക്കെ രക്ഷ ആവശ്യമായി വരുന്നോ അവിടെയൊക്കെ രക്ഷ പ്രവർത്തിക്കുന്നവനാണ് എന്റെ രാജാവായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അവൻ പുരാതനനാകുന്നു. ആസാഫ് പറയുക. അപ്പൊ ഒരു ചോദ്യം, ഈ ആദാമിനെയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ രക്ഷ പ്രവർത്തിക്കണമെങ്കിൽ ആർക്കായിരിക്കും രക്ഷ പ്രവർത്തിച്ചത്? അതൊരു ന്യായമായ ചോദ്യം അല്ലേ? സ്റ്റാലിയാൻഡിക്കും തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ന്യായമായ ചോദ്യമാണല്ലോ. യെസ്, അങ്ങനെ സംശയം ഉണ്ടാകണമല്ലോ. അതാണ് എന്റെ ശരിയായ രീതി. അപ്പോ ഈ ആസാഫ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം പറയാവേ. ആസാഫിന്റെ മ്യൂസിക് ടീമിൽ 400 പേരാ ഉണ്ടായിരുന്നത്. 400 പാടുക. ആസാഫിന്റെ മ്യൂസിക് ടീമേ പാടുന്ന പാട്ടോ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു ദൈവത്തിനെ പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഊണിലും ഉറക്കത്തിലും പകലും രാത്രിയിലും ഒറ്റ കാര്യം പറയാനുള്ളൂ, അവൻ നല്ലവനല്ലോ. അത് വേണം പറയാൻ, അവൻ നല്ലവനല്ലോ. പണ്ടൊക്കെ പാടുമായിരുന്നു, അവൻ നല്ലവനല്ലോ ദയ ഇന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനേ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. അത് വേണം ദൈവത്തിൽ പറയാൻ, അവൻ നല്ലവനാണ്, നല്ലവനാണ്, നല്ലവനാണ്. മറ്റൊന്നും പറയാനില്ല. ഏതൊരു സാഹചര്യത്തിലും അവൻ നല്ലവൻ, നല്ലവൻ, നല്ലവൻ. കഷ്ടകാലത്തും വിളിച്ചാൽ നിശ്ചയം ചാരത്തണയും, പാരിലെ ക്ലേശങ്ങൾ മറന്നു. ഒരു പഴയ പാട്ടാ. പാടിടും ഞാൻ ഹല്ലേലൂയ, നല്ലവൻ യേശു നല്ലവൻ, നാൾ തോറും നടത്തുന്നവൻ, എന്റെ കഷ്ടതയിലും നല്ലവൻ. രോഗശയ്യയിൽ ഞാൻ എത്തുമ്പോൾ ഞാനവൻ നാമം വിളിക്കും, എന്റെ കണ്ണിലെ കണ്ണുനീരെല്ലാം പൊൻകരത്താൽ താൻ തുടയ്ക്കും. നല്ലവൻ യേശു നല്ലവൻ, നാൾ തോറും നടത്തുന്നവൻ, എന്റെ കഷ്ടതയിലും നല്ലവൻ. എന്റെ യേശു എനിക്കും നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എപ്പോൾ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. കാരണം എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അതെ, എല്ലാ സ്റ്റാൻസാം മറന്നാൽ ഈ ഒരു സ്റ്റാൻസാം മറന്നു പോകരുത്. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ ദൈവം നല്ലവനാന്ന് പറഞ്ഞാൽ എങ്ങനെ നിർത്താൻ തോന്നുക? നിങ്ങൾ എന്നെ വിമർശിക്കുമായിരിക്കും, പുള്ളി ദിവ്യാദാന്റെ കാര്യം പറയാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നേരം കുറയായി, ഇതുവരെ ആ കാര്യമുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ. യേശു നല്ലവനാന്ന് പറഞ്ഞ സന്തോഷം വേറെ വല്ലതും? എനിക്ക് ആ ക്രെഡിറ്റ് ഒന്നും വേണ്ടെന്നേ. സ്തോത്രം. നിങ്ങളിത് എത്ര പേര് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വചനം പങ്കിടുകയും ഈ പാട്ടും ഒക്കെ പാടുമ്പോൾ എനിക്കിത് എന്റെ അകത്തൂടെ കയറി ഇറങ്ങി പോകണം. പാട്ടൊക്കെ ഞാൻ അങ്ങനെ പാടുള്ളൂ, അല്ലാതെ ഈ കീബോർഡിന്റെ
താളത്തിന്റെ പാട്ട് പാടുന്ന എനിക്ക് ഇഷ്ടമല്ല. സ്തോത്രം. ഈ പാട്ട് ആദ്യം എനിക്ക് സൂഹിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് വരാൻ. പിന്നെ മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പക്ഷേ ഞാൻ അല്പം പോലും തളരുകയില്ല. കാരണം പകലാണെങ്കിൽ മേഘസ്തംഭം, രാത്രിയാണെങ്കിൽ അഗ്നിത്തൂൺ എന്നെ അനുദിനം വഴി നടത്തും. അങ്ങനെ യേശു എനിക്ക് എത്ര നല്ലവൻ. പിന്നെ അത് പറയാതെ വേറെ എന്തോ പറയുന്ന തന്നെ കാര്യം. സ്തോത്രം. ഞായറാഴ്ച സാക്ഷിയൊക്കെ പറയുന്നത് ഈ പാട്ടൊക്കെ അങ്ങോട്ട് പാടി ചൊടിപ്പോടെ എഴുന്നേറ്റ് വേണം സാക്ഷ്യം പറയാൻ. അല്ലാതെ കരഞ്ഞും പിഴിഞ്ഞ് ടവല് മുഴുവൻ കുതിർന്ന് മൂക്കും ചീറ്റി അങ്ങനൊന്നും അല്ല സാക്ഷ്യം പറയണം. നല്ല ചൊടിപ്പോടെ പറയണം. രോഗം ഉണ്ടായിരുന്നു, ക്ലേശം ഉണ്ടായിരുന്നു, മരുഭൂമി യാത്ര. പക്ഷേ എനിക്കൊരു ധൈര്യം, മേഘസ്തംഭം ഉണ്ടെന്നേ. രാത്രിയാണ് അഗ്നിസ്തംഭം, 24 മണിക്കൂറും എന്റെ ചുറ്റി ഇത്ര ഒരു വലയം നിൽക്കുമ്പോൾ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? അത് പറയണം. സ്തോത്രം. ആസാഫ് 400 പേര്, ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം മനസ്സിൽ കണ്ടു നോക്കിയിട്ടുണ്ട്. 400 പേര് ഒരുപോലെ നിന്നുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും. ഇത് പറയാൻ വേണ്ടി മാത്രം 400 എണ്ണത്തെ ആക്കി വെച്ചേക്കുക. നമ്മൾ സ്തോത്രം പറഞ്ഞു. എന്റെ പൊന്നോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത ചൊവ്വാഴ്ചത്തെ യോഗത്തെ ഓർത്തുകൊണ്ടും ജനങ്ങൾ കടന്നു വരേണ്ടതിനും കാലാവസ്ഥ അനുകൂലമായി തീരുവാനും ക്ഷണിക്കപ്പെട്ട ദൈവദാസൻ തക്ക സമയത്ത് വന്ന് വചനശുശ്രൂഷ അനുകൂലമാകുവാനും സ്തോത്രം എന്ന് പറയുമ്പോ സ്തോത്രം സ്തോത്രം തീർന്നു. സൈക്കിളിലെ കാറ്റ് പോയ പോലെ 2 സ്തോത്രത്തെ മുഴുവൻ തീർന്നു. അതിനൊക്കെ ജീപ്പൻകാരായിരിക്കണം. സ്വോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ സോദ്രാം 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 നിർത്തുക. ഇങ്ങനെ കടൽ ഇറങ്ങും പോലെ നിൽക്കും. അങ്ങനെ അവർ സ്വോത്രം പറഞ്ഞു. പിന്നെ ഈ സോദ്ര എന്ന് പറയുന്നതിന്റെ ഒരു വിഷമേ ഉള്ളൂ എനിക്ക്. ഇനി അങ്ങനെ ആരും പറയുന്നുണ്ടല്ലോ. നമ്മള് 100 തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യോഗം കഴിയുമ്പോ 3 ഹല്ലേലൂയ പറഞ്ഞ കാണണം. 3 എണ്ണ വിരലെണ്ണ ഓരോ പ്രാവശ്യം ഹല്ലേലൂയ 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 അങ്ങനെ നമ്മൾ പറയുള്ളൂ. 3 നമ്മൾ പറയേ. ആസാഫും കൂട്ടരും നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പറയുക, പുരാതനമുള്ള ദൈവത്തെ കുറിച്ച്. ഞാനൊരു കാര്യം പറയാം, സമയം തീർന്നു, എന്നാലും വേണ്ടില്ല. നിങ്ങൾ ചുമ്മാ ദൈവം ദൈവം എന്ന് പറയാതെ, കാരണം മറ്റേ സബ്ജക്റ്റിനകത്തോട് ഉള്ളതായതുകൊണ്ടാണ്. ഈ ദൈവം, ഏത് ദൈവം? ആദമിക് വേൾഡിന് മുമ്പേ, ടൈം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവൻ, സകലത്തിന്റെ രാജാവായിരിക്കുന്ന പുരാതനത്വമുള്ള ആ ദൈവം, അവനാണ് എൻ്റെ രാജാവ്, അവനാണ് എൻ്റെ ദൈവം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പകുതി ആള് മാറും. ആ ദൈവത്തെ സേവിക്കാൻ ഒരു ഭാഗ്യം. പണ്ടൊക്കെ പാടുകയില്ലായിരുന്നു, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ. പരദേശികൾ നാം ഭാഗ്യശാലികൾ. എന്തിന്? ഈ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ നമുക്ക് കിട്ടിയ ആ പ്രിവിലേജ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ പോരത്, അതൊക്കെ പറഞ്ഞാൽ ഒരു കുറഞ്ഞു പോകും. പിന്നെ ഈ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനും ഇത്ര ഇന്റിമസി ഉണ്ടാകാനൊക്കെ നമുക്ക് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം വല്ലതാണോ? ആ ദൈവമായിട്ട് നിരന്തരം ഒരു എൻകൗണ്ടർ, ഒരു കോൺവെർസേഷൻ, ആ ബന്ധം നിലനിൽക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? ചിന്തിച്ചു നോക്കി. ഇപ്പൊ സണ്ണിച്ചാൻ അമേരിക്കയിൽ നിന്നുണ്ടല്ലേ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ട്രംപ് നമ്മുടെ കൂട്ടുകാരനാണ്, സണ്ണിച്ചാന് പറയാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. എന്നാലോചിച്ച് നോക്കിയേ. പിന്നെ എന്നെ അടുത്തറിയാവുന്ന ആളാണ് പറയാൻ അവസരം കിട്ടിയാൽ സണ്ണിച്ചാന് സ്റ്റാറ്റസ് എന്തായിരിക്കും? ഉദാഹരണം പറയും, എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാ. ട്രംപുമായിട്ട് ഒരു മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഗമേലാണ് നടക്കുന്നെങ്കിൽ ട്രംപ് ആണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക. ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന മാത്രമല്ല, എന്റെ ദൈവമാണ്, എന്റെ രാജാവാണ്. എനിക്ക് ആ ദൈവമുള്ള ബന്ധത്തിന്റെ ഡെപ്ത് അത്ര കഴിയുമ്പോഴുണ്ടല്ലോ
നമ്മുടെ മുഖത്തോട്ട് നോക്കണം. ഒരു ചൈതന്യവും ഇല്ല, ഒരു പ്രസാദവും ഇല്ല. യോത്തനൊക്കെ വന്നിരിക്കുന്ന കണ്ടാൽ വല്ല വിധേനെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ പോയാക്കാരൻ എന്നോർത്തുള്ളൊരു ഇരിപ്പും ഒരു സന്തോഷവും മുഖത്തില്ലാതെ. പൗലോസ് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അത് പറയുമ്പോണ്ടല്ലോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കിയിട്ടാ പറഞ്ഞറിയാവോ നിങ്ങൾക്ക്? പൗലോസിനെ കൊല്ലാനായിട്ടുള്ള വാളെ വെളിയിൽ കൊണ്ടുവന്നൊരു പടയാളി ഇങ്ങനെ രാഗി മൂർച്ച കൂട്ടുക. അപ്പൊ അതിന്റെ കിരീരുന്നൊരു ശബ്ദം. ആ ശബ്ദം കേട്ടോണ്ടാ പൗലോസ് തിരിഞ്ഞ് നോക്കിയേ. അപ്പൊ കണ്ടു പടയാളി വാളിന് മൂർച്ച കൊടുത്ത രംഗം. പൗലോസിന് മനസ്സിലായി, നാളെ എന്റെ പള്ളി പട്ടാള വാളാണ് ഈ മൂർച്ച കൂട്ടുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു കേട്ടോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്റെ പൊന്നു, നമ്മളാണ് അന്നേരം പിന്നെ ഇവിടെ ഇടിപ്പ് മാത്രം കാണും. വെള്ളവും വേണ്ട, ദാഹവും ഇല്ല, ഉച്ചക്കത്തെ ആഹാരം വേണ്ട, വൈകിട്ടത്തെ ആഹാരം വേണ്ട. ആ വാട് മാത്രമായിരിക്കും മനസ്സിൽ. പൗലോസ് പറയാ, ഞാൻ എന്റെ പ്രാണനെ വിലയിരുന്നിട്ടുണ്ടെന്നില്ലല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. സ്തോത്രം. നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുമോ? ഉള്ള സത്യം പറ. കാരണം ഈ തിമിംഗലത്തിന്റെ കാര്യം പറയാത്തതിന്റെ പരിഭവം എല്ലാവർക്കും കാണും. ഇനി വിഷയം അതാണെങ്കിൽ എനിക്ക് കർത്താവിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ടോൺ അങ്ങ് മാറും. അതെന്റെ ഒരു കുഴപ്പം. പറഞ്ഞാലും പിന്നെ തികയില്ല. അങ്ങനെ ആയിപ്പോയി. ഇനി അത് മാറ്റാൻ ഞാൻ നോക്കാം. സ്തോത്രം. പിന്നെ ഇത്ര ശ്രേഷ്ഠകരമായ പദവി ഇരിക്കുന്ന ഞാനും നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ഈ പദവി, നമ്മൾ ആരാണ്, നമുക്കുള്ള സ്പിരിച്വൽ റൈറ്റ് ആൻഡ് അതോറിറ്റി എന്തൊക്കെയാണെന്നൊക്കെ അറിയുമ്പോഴാ നമുക്കൊരു എക്സ്ട്രാ ലൈഫ് ഉണ്ടാകുന്നത്. സ്തോത്രം. സമയം പോണ് ഞാൻ തിമിംഗലത്തെ ഇന്ന് ആ വഴി നിർത്തിയേക്കുക. ദൈവം അടുത്ത ആഴ്ച ഞാൻ എന്റെ തലതല്ലി പൊട്ടിച്ച് കുറച്ച് കാടപ്പക്ഷിയും കൊണ്ട് വരാം. സ്തോത്രം. ബോധ്യം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ നമ്മൾ ഡീല് ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം മഹത്വം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളെ നടത്തുന്ന വിധങ്ങൾ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഞാൻ ആ വാക്യം ഒരു 10,000 തവണ ചിന്തിച്ച് അന്തം വിട്ടിട്ടുണ്ട്. കരയുന്ന കാക്ക കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നെന്നല്ല, അതതിന്റെ ആഹാരം കൊടുക്കുന്നെന്നാണ്. കരയുന്ന കാക്ക കുഞ്ഞിന് ഒരു ചിക്കന്റെ പീസ് ഇട്ട് കൊടുത്താൽ അത് തിന്നാൻ ഒക്കുവോ? ഇല്ല. നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കിയോ, ഭയങ്കര ഒരു റബ്ബർ തോട്ടോ എസ്റ്റേറ്റോ വല്ലോ, അതിന്റെ ഏതാണ്ട് ഒരു മൂലക്കിരുന്ന് ഒരു കമ്പയിലിരുന്നുകൊണ്ട് ഒരു കുഞ്ഞ് കാക്ക ക്രാന്ന് കരഞ്ഞപ്പോ അതിന്റെ തൊണ്ടയെ പറ്റുന്ന ചെറിയ പുഴുവോ വെട്ടിലോ ആണെന്നറിഞ്ഞ് അത് കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. എന്റെ പൊന്നോ, ആ കാക്കയോട് അത്രയും കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ 33 തിരുവയസ്സിലെ ചോര തന്ന് വീണ്ടെടുത്ത നമ്മുടെ കാര്യത്തെ തമ്പുരാൻ ശ്രദ്ധിക്കാതിരിക്കുമോ പ്രിയരി? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കാര്യത്തിൽ ദൈവം ഇടപെടാതിരിക്കുമോ? ഈ കാക്ക കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രമാത്രം ആങ്ഷ്യസ് ആണ് കർത്താവെങ്കിൽ, വളരെ ക്യൂരിയോസിറ്റിയോടെ കർത്താവ് ഇടപെടുന്നുണ്ടെങ്കിൽ, അവന്റെ തങ്കച്ചോരയാൽ, സ്വന്തം ചോരയാൽ വീണ്ടെടുത്ത നമ്മുടെ കാര്യത്തിൽ തമ്പുരാന്റെ ശ്രദ്ധ പതിയാതിരിക്കുമോ? ഇതൊക്കെ ചിന്തിച്ചു വേണം നടക്കാൻ. പിന്നെ ഈ വാക്കൊക്കെ പറയുമ്പോ അകത്തൊരു ഉണ്ടാക്കുന്ന എനർജി നാലോചിച്ച് നോക്കി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ തിങ്ങി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. ടൈമിനെ ഞാൻ ഭയപ്പെടുന്നു. നമുക്കിവിടെ രാത്രിയാണെങ്കിലും മറ്റു പല ടൈം സോണിലിരിക്കുന്നവരുടെ ടൈം വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം. ഡ്യൂട്ടി പോലും അതിന്റെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആൾ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ 1 മിനിറ്റ് മുമ്പോട്ട് പോലെ എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. മറക്കരുത്, നമ്മുടെ കർത്താവ് ആരാണ്? പുരാതനത്വമുള്ളവൻ. ആ ദൈവമായിട്ട് ഇടപെടാനും മഹാരാജാവായി സ്വീകരിപ്പാനും അബ്ബാപിതാവിനെ വിളിക്കാനൊക്കെ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം ചിലത്തെ ക്ലാസ്സിൽ ഞാൻ വായിച്ച വാക്യത്തിന്റെ ബാക്കി കോണ്ടെക്സ്റ്റ് എന്താന്ന് ഒരുമിച്ച് ചിന്തിക്കാം. അതുവരെയും ദൈവത്തിന്റെ കൃപയിൽ അംഗീകായി ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. Thank you so much.